നമസ്കാരം. വാസ്തവത്തിൽ ഈ രാജ്യത്ത് ജനിച്ചതിൽ ആരോടൊക്കെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ രാജ്യത്ത് മാത്രമല്ല, ഈ കൊച്ചു കേരളത്തിൽ ജനിച്ചതും വലിയ ഭാഗ്യമാണ്. കാരണം മറ്റൊന്നുമല്ല, രാജ്യത്തിൻ്റെ ഭാവിയെ വളരെ ഉത്കണ്ഠയോടെ നോക്കിക്കാണുന്ന, രാജ്യത്തെ ഓരോ വിഷയങ്ങളിലും ആത്മാർത്ഥമായി ഇടപെടുന്ന മാധ്യമ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിൽ വരുന്ന ചില മാധ്യമങ്ങളും കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മളാരും ചില മാധ്യമങ്ങൾ നമ്മളെല്ലാം ഒരു വീട്ടിൽ ഒരു പത്രം വരുത്തി കഴിഞ്ഞാൽ പിന്നെ വേറെ പത്രത്തേക്ക് നമുക്ക് നോക്കാറില്ല. നമ്മുടെയൊക്കെ ഒരു അഭിരുചിക്കനുസരിച്ച് ഓരോ പത്രമാധ്യമങ്ങൾ വരുത്തും. അപ്പോൾ കേരളത്തിലെ ഒട്ടുമുക്ക മാധ്യമങ്ങളും ഒരുപക്ഷെ പറയാൻ എന്തുകൊണ്ടോ ഒരുപക്ഷെ നമ്മൾ പത്രങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വാർത്തകൾ വന്ന് കുമിഞ്ഞു കൂടുന്ന സമയത്ത് നമ്മൾ ഈ വാർത്തകളിൽ നിന്ന് ഈ ഫിൽട്ടർ ചെയ്തെടുക്കുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അത്തരത്തിൽ പലരും ഈ വാർത്താ കാലത്തിൻ്റെ യുദ്ധം നടക്കുന്നു, തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അതുകൊണ്ടൊക്കെ ആകാം എന്നൊക്കെ പറഞ്ഞാലും മലയാള പത്രങ്ങൾ സ്വാഭാവികമായും മറച്ചു പിടിക്കാൻ ആഗ്രഹിക്കാത്ത ചില വാർത്തകൾ എല്ലാവരിലും തന്നെ വരുന്ന കാഴ്ചയും പക്ഷെ പല പത്രങ്ങളിലും കണ്ടില്ല ഈ പറയാൻ പോകുന്നൊരു വാർത്ത. പക്ഷേ വളരെ ആത്മാർത്ഥമുള്ള, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥത രാജ്യത്തോട് കാണിക്കുന്ന, ദേശത്തോട് കാണിക്കുന്ന ദേശസ്നേഹം പിന്നെ ഈ ഓരോ പത്രത്താളുകളിലും വഴിഞ്ഞൊഴുകുന്ന ഒരു പത്രമാണ് മാധ്യമം. ഒരു നാല് ചൂക്ക് അവരുടെ ഒരു ആത്മാർത്ഥത. അവർ ഞാൻ കൃത്യമായി മാധ്യമം വായിക്കുന്ന ആളാണ്, പണ്ടും അന്നും ഇന്നും. ഒരു നറേറ്റീവ് ആക്കാടത്തുണ്ടായിരുന്നു മാധ്യമം വളരെ നിലവാരമുള്ള പത്രമാണെന്ന്. എല്ലാ പത്രങ്ങളും നിലവാരമുണ്ട്, അതില്ലെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ മാധ്യമത്തിന് അങ്ങനെ കരുതി കൂട്ടി ചില നിലവാരം സ്ഥാപിച്ചു കൊടുക്കാനുള്ള വ്യഗ്രത പണ്ട് ഞാൻ തുടക്കക്കാരനായ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലാവുന്നു. ആ മാധ്യമത്തിൽ കഴിഞ്ഞ 18-ാം തീയതി ഒരു എഡിറ്റോറിയൽ വന്നിരുന്നു. ഞാൻ മാധ്യമത്തിൽ മാത്രമല്ല, മറ്റു ചില അവിടെയും ഇവിടെയും കുഞ്ഞു വാർത്തകളൊക്കെ ചില പത്രങ്ങളൊക്കെ നമ്മുടെ നാഷണൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ട് ഈ വാർത്തകൾ. പക്ഷേ മലയാള പത്രങ്ങളിൽ ഞാൻ വിശദമായ വാർത്ത കണ്ടില്ല. പക്ഷേ മാധ്യമത്തിൻ്റെ ഒരു ആത്മാർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ തൊഴിലാളികൾക്ക് ശമ്പളം പോലും കൊടുക്കാതെ ആത്മാർത്ഥമായി ഇരുട്ടുപെടുക്ക പണിയെടുക്കുന്ന ഒരു പത്രമാണ് മാധ്യമം. നിങ്ങളെന്താ വിചാരിച്ച ഭാരതം എന്ന് പറയുന്നത് അവർക്ക് അത് പ്രയോറിറ്റിയാണത്, ഫസ്റ്റ് പ്രയോറിറ്റിയാണത്. നേഷൻ ഫസ്റ്റ് എന്ന ചിന്തയിൽ പോകുന്ന പത്രമാണത്. അതുകൊണ്ടാണ് അവർ ഇരുട്ട വിളക്ക് പൈസ ഇല്ലെങ്കിൽ കൂടിയും മിഷൻ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആ മിഷൻ ചലിപ്പിച്ചുകൊണ്ട് 18-ാം തീയതി ഒരു തിരിഞ്ഞുകുത്തുന്ന നഗ്നസത്യങ്ങൾ എന്ന പേരിൽ എന്താണ് തിരിഞ്ഞുകുത്തുന്നത്, എവിടെയാണ് തിരിഞ്ഞുകുത്തുന്നത്, എന്താണ് നഗ്നസത്യം എന്നും ചോദിക്കരുത്. പക്ഷേ അങ്ങനെ ഒരു എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. ആ വാർത്ത വേണമെന്നുള്ളതല്ല, കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം എന്ന് പറയുന്നത്, അതായത് മറ്റ് ലോക രാജ്യങ്ങളിൽ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മതങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം ഏത് പരിധി വരെ ഉണ്ട്, ഏതളവിലാകണം, എങ്ങനെയാണ്, അവർക്കെതിരെയാണോ എതിരെയാണോ എന്നൊക്കെ പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ഈ കമ്മീഷൻ US ബേസ്ഡ് ഒരു ഔദ്യോഗിക ഏജൻസി എന്നാണ് പറയുന്നത്. ഞാൻ ഒന്ന് പരിധിയപ്പോൾ എനിക്ക് കിട്ടിയത്, ഒരുപക്ഷെ അത് എനിക്ക് ഉറപ്പില്ല, എങ്കിൽ കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. 2 പാകിസ്ഥാനികളെങ്ങാണ്ടാണ് ഇതിൻ്റെ മേധാവികൾ എന്ന് പറയുന്നത്, ഡയറക്ടേഴ്സ് അങ്ങോട്ട് 2 പാകിസ്ഥാനികളെങ്ങാണ്ടാണ്. അപ്പോൾ ഇവർ വച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്ന വളരെ രസകരമായ ചില കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതിനകത്ത് വേറെ ഒന്നും കഴമ്പില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം മറ്റു പത്രങ്ങളെല്ലാം തന്നെ ഇതിനെ തെല്ലുപോലും വില കൽപ്പിക്കാതെ എടുത്ത് കളഞ്ഞത് വാസ്തവത്തിൽ. പക്ഷെ അങ്ങനെയല്ലല്ലോ. ഈ ആത്മാർത്ഥത കൂടി കഴിഞ്ഞാൽ പിന്നെ അത് എഡിറ്റോറിയലാക്കി തന്നെ തൃപ്തിപ്പെടണം എന്നുള്ള ചില വാശിയുള്ള ചില പത്രങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ ദീപിക ഇതുപോലെയാണ്, വലിയ ആത്മാർത്ഥതയാണ്. അതായത് ആത്മാർത്ഥത നമുക്ക് പത്രത്തെ നമുക്ക് തൊട്ടു നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ആ ദേശീയതയൊക്കെ അവർ തന്നെ പറഞ്ഞു, ഈ സർക്കാരിനെതിരെ ഒരു കലാപം എന്നല്ല പറഞ്ഞത്, നിയമം വഴികൾ തേടണമെന്ന് എഡിറ്റോറിയൽ പത്രമാണ് ദീപികയുടെ ഒരു കുഞ്ഞു സഹോദരനാണ്. ആ അർത്ഥത്തിൽ നോക്കിയാൽ മാധ്യമം എന്ന് പറഞ്ഞാൽ മാധ്യമം വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നു, ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യമില്ല, അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, മാധ്യമ സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്ന മാധ്യമത്തിന്റെ എഡിറ്റോറിയലാണ് എഴുതിയിട്ട് നാളെ ഇന്നും അവർ സുഖമായിട്ട് നടക്കുകയാണ്. ഒരു പോലീസും നിയമ സംവിധാനങ്ങളും അവരെ തേടി വന്നില്ല, ഒരു കുഴപ്പമില്ല, മാധ്യമ സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുന്നു RSSകാരെ അവരുടെ ആസ്തി മുഴുവൻ മരവിപ്പിക്കണം, RSSന്റെ ആസ്തി മരവിപ്പിക്കണം, US മറ്റ് അവർ നിർദ്ദേശിക്കുന്ന ചില വിദേശ രാജ്യങ്ങളിലേക്ക് ഇവറ്റകളെ കടക്കാൻ അനുവദിക്കരുതെന്നാണ്. എൻ്റെ അറിവ് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു RSSകാരനല്ല. പക്ഷേ എങ്കിലും സ്വകാര്യ സ്വത്ത് ഒരു സേവനത്തിൻ്റെ പാതയിൽ പോകുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് എന്നെനിക്കറിയാൻ പറ്റും. ഞാൻ വായിച്ചവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള പല കാര്യങ്ങളും. പക്ഷെ അവർക്ക് സ്വകാര്യ സമ്പത്ത് സ്വാഭാവികമായിട്ട് ഉണ്ട് എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. സ്വകാര്യ സമ്പത്തിന് കുമിഞ്ഞുകൂടാനല്ല വാസ്തവത്തിൽ RSSന്റെ പ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഞാനും നിങ്ങളും കടന്നു ചെല്ലാത്ത മാർഗങ്ങളിൽ കൂടി, സേവന മാർഗങ്ങളിൽ കൂടി കടന്നു ചെല്ലുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് ഇതിനകത്ത്. അതൊക്കെ അവിടെ മാറ്റി നിർത്തട്ടെ.
അതൊന്നും കാണാതെ ഇവർ ആ റിപ്പോർട്ടിലത്ത് പറയുന്നു RSSകാരെ അവരുടെ സ്വത്തുകൾ മരവിപ്പിക്കണം, US അവരെ കയറ്റി വിടരുത്. ഒന്നാലോചിച്ച് നോക്കൂ, പണ്ട് ഗോത്ര കലാപമൊക്കെ ശേഷം നമ്മുടെ ഇന്നത്തെ പ്രധാനമന്ത്രിയെ US കയറ്റരുതെന്ന് പറഞ്ഞാൽ കയറ്റാത്ത രാജ്യങ്ങളുണ്ടായിരുന്നു. അവിടെ പിന്നെ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഇന്നത്തെ അവസ്ഥ എന്താണ്? കയറ്റുന്നത് മാത്രമല്ല, അദ്ദേഹത്തിനെ നിലം തൊടാൻ സമ്മതിക്കാതെ അവർ പൊക്കി എടുത്തുകൊണ്ട് പോവുകയാണ്. 10-30 രാജ്യങ്ങളുടെ പരമോന്നത ബഹുമതിയാണ് ആ മനുഷ്യന് കിട്ടിയിരിക്കുന്നത്. ലോകരാഷ്ട്രങ്ങൾ, അമേരിക്ക ഉൾപ്പെടെ അദ്ദേഹത്തെ മാറ്റി നിർത്തിയതാണ്. അദ്ദേഹം ഒരു RSSകാരനാണ്. അപ്പോൾ ഇത് കാര്യങ്ങൾ എവിടെ വെച്ച് നിൽക്കുന്നു ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതിനകത്ത് വാസ്തവത്തിൽ ഒരു വലിയ അജണ്ടയുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രാജ്യത്തല്ലാതെ ബാക്കി എവിടെയാണ്? ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എവിടെ ലോകരാജ്യങ്ങൾ ഇറാനിൽ നടക്കാൻ പറ്റുമോ? പാകിസ്ഥാൻ നടക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഗൾഫ് കൺട്രീസ് നടക്കാൻ പറ്റുമോ? എന്തിന് ചൈനയിൽ നടക്കാൻ പറ്റുമോ? നിങ്ങൾ എവിടെ നടക്കാൻ പറ്റുന്നത്? ഇതൊക്കെ അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ത്യയിൽ ഉള്ളത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഈ എഴുതുന്നത് പറയാൻ പറ്റുന്നത്. ഇവർക്ക് എഡിറ്റോറിയൽ എഴുതാൻ കഴിയുന്നത്. ആ എഡിറ്റോറിന്റെ എല്ലാ സീമകളും ലഭിച്ച്, ഇതിൽ മാത്രമല്ല, ഒമർ ഖാലി എന്ന് പറയുന്ന ഇടയ്ക്ക് അറസ്റ്റ് ചെയ്ത 2 പേരുണ്ട്. അവരിൽ പോലും അവരെ മോചിപ്പിക്കണം, അല്ലെങ്കിൽ അവരെ സർവ്വസ്വതന്ത്രരാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എഴുതുകയാണ് വാസ്തവത്തിൽ. അതായത് മറ്റാർക്കോ വേണ്ടി ഇന്ത്യക്ക് വെളിയിൽ നിന്നുകൊണ്ട് പണിയെടുക്കുന്ന, ഇന്ത്യക്കകത്ത് നിന്ന് പണിയെടുക്കുന്ന ഒരു കൂട്ടരാണ്. അവരെ പോലും നമ്മുടെ സർക്കാർ വെച്ച് വാഴിക്കുകയാണ് ഇവിടെ. അത് വാഴിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അങ്ങനെയുള്ള സംഭവങ്ങൾ, വിമർശനങ്ങളെ കേൾക്കണം. നിങ്ങൾ ഈ എന്താണ് ഇപ്പോൾ 2014 മുതൽക്ക് ഇവിടെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ലോക രാജ്യങ്ങൾക്കൊരു ഭീതിയുണ്ട്. കാരണം ഏത് രാഷ്ട്രത്തിലായാലും സുസ്ഥിരമായ ഒരു ഭരണകൂടം, ഒരേ കാഴ്ചപ്പാടുള്ള ഒരു രാജ്യം, ആ രാജ്യം കുറച്ചേറെ കാലം ഭരണത്തിലേക്ക് എത്തപ്പെട്ടാൽ അത് പെട്ടെന്നൊന്നും ഡേ ബൈ ഡേ ഇവർ എന്താണ് ആളെണ്ണവും ഇതിൻ്റെ ആത്മാർത്ഥ ഭരണത്തോടുള്ള നീതിയും കൂറും വർദ്ധിച്ചു വരുന്നു. ആൾക്കാരുടെ എണ്ണം സപ്പോർട്ട് കൂടിക്കൊണ്ടുവരുന്നു. ആ രാജ്യത്തിൻ്റെ വികസനം സംഭവിക്കുന്നു. രാജ്യം ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപന്തിയിലേക്ക് എത്തപ്പെടുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം വാസ്തവത്തിൽ അത് ആർക്കും ദഹിക്കില്ല. അമേരിക്ക ഉൾപ്പെടെയുള്ള ഒരു രാജ്യത്തിനും സഹിക്കില്ല, ആ ഒരു മുതലാളിത്ത രാജ്യത്തിന് വിശേഷിച്ചും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ നമ്മളിപ്പോൾ ഡീപ് സ്റ്റേറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ രാജ്യത്തെ ഏതൊക്കെ ഘട്ടങ്ങളിൽ വികൃതമാക്കേണ്ടത് ഒരു സാഹചര്യം അത് സൃഷ്ടിക്കുന്നത് രാജ്യത്തിനകത്തു നിന്നുള്ള ചില ആൾക്കാരെ കൂടി വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഒരുപക്ഷെ ഇങ്ങനൊരു ഓർഗനൈസേഷൻ എൻ്റെ റിപ്പോർട്ടൊക്കെ അതൊക്കെ സത്യം തന്നെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനുള്ളിൽ ഒളിപ്പിച്ച് കടത്തുന്നതായ രാജ്യവിരുദ്ധത, ആ രാജ്യവിരുദ്ധതയെ നേരെ അതേപടി ഒപ്പിയെടുത്തുകൊണ്ട് ഇവിടുത്തെ ആൾക്കാരിലേക്ക് കുത്തിവെക്കാനുള്ള ശ്രമം നമ്മുടെ തന്നെ പത്രമാധ്യമങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുക എന്ന് പറയുമ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നു, അവൻ നിൽക്കട്ടെ അവിടെ എന്നാണ് പറയുന്നത്. അവൻ അവിടെ നിൽക്കട്ടെ, സംസാരിക്കട്ടെ എന്നാണ് പറയുന്നത്. പക്ഷേ ഇതേ നിലപാടല്ല ഇത്തരത്തിൽ പറയുന്ന മാധ്യമങ്ങൾക്കും പ്രവർത്തകർക്കും ഉള്ളത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് അവർ എടുത്തു പറയുന്നു ഈ റിപ്പോർട്ടിനകത്ത്. അപ്പോൾ ഈ റിപ്പോർട്ട് വളരെ എന്താണ് ആശങ്കാജനമാണ്. നമ്മുടെ രാജ്യത്തല്ലാതെ ഏത് രാജ്യത്താണ് വാസ്തവത്തിൽ ഇത് സാധിക്കുക? മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ രാജ്യത്ത് വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ്. ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് വെളിയിൽ പോട്ടെന്നേ, ഇവനൊക്കെ വെളിയിൽ പോവുകയില്ല, ഇവിടെ വന്ന് കിടന്ന്. മാത്രമല്ല ഈ പറയുന്ന സാഹചര്യത്തിൽ ഈ മാധ്യമ പത്രത്തിന് എടുത്തു വരുന്ന സമയത്താണ് 2-3 ആഴ്ചയ്ക്ക് മുമ്പിട്ട് നരേന്ദ്രമോദിയെ നരേന്ദ്രമോദി പറയുന്നില്ല, പ്രധാനമന്ത്രിയെ സാക്ഷാൽ കാന്തപുരം കണ്ടിട്ട് സുരക്ഷിതരാണെന്ന് പറഞ്ഞതാണ്. ഇവിടെ ഉള്ളവർ അറിയുന്നതിലും കൂടുതലാണ് ഈ വിദേശ ഏജൻസി അറിയുന്നത്. വിദേശ ഏജൻസി ആകപ്പെടെ റിപ്പോർട്ടുകൾ ഇത് സോഴ്സ് ക്ലിയർ അല്ല. അതാണ് അതിന് നമ്മുടെ നമ്മുടെ വിദേശ മന്ത്രാലയം ഇങ്ങനെ അപ്പാടെ പുച്ഛിച്ച് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അവരുടെ ഇതിന്മേലൊരു വിശദീകരണം നമ്മുടെ വിദേശ മന്ത്രാലയം കൊടുത്തിട്ടുണ്ട്. എന്തൊരു നമ്മൾ സാധാരണ ഒരു സ്റ്റഡി റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്മളെ സോഴ്സ് നമ്മൾ വെളിപ്പെടുത്തും. ഇത് വാസ്തവത്തിൽ അങ്ങനെ ഒരു സോഴ്സ് ഒന്നുമില്ല. ഇവനൊക്കെ തന്നെയാണ് ഈ സോഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ കാന്തപുരത്തിന് ഇല്ലാത്ത തേയ്മാനമാണ് യുവമാർക്കുള്ളത്. അപ്പോൾ വാസ്തവത്തിൽ എത്രമേൽ കലുഷിതമാണ് കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കണം. അപ്പോഴും അവനെ വെച്ച് വായിക്കുകയാണ് നമുക്ക്. അപ്പോൾ ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പിന്നെ പൗരത്വ ഭേദഗതി, വഖഫ് നിയമം, ഇതൊക്കെ അതിനകത്ത് പരാമർശിക്കപ്പെടുന്നു. എന്തിന് റോയെ പരാമർശിക്കുന്നു? അപ്പോൾ അതായത് ഒരു രാജ്യത്തിനെ മുച്ചൂട് നശിപ്പിക്കാനുള്ള വളരെ വ്യക്തമായ ഒരു പ്രോസസ്സ്, ഒരു സ്റ്റഡി വിദേശ രാജ്യങ്ങളിൽ നടക്കുകയും അത് പ്ലാൻഡ് ആണ്. ആ പ്ലാൻഡ് ആയിട്ടുള്ള സംഭവം നടക്കുകയും അതിനെ അവരുദ്ദേശിക്കുന്ന രീതിയിൽ വിഘടനവാദികളുടേതായ രൂപത്തിലേക്ക് ഈ റിപ്പോർട്ടിനെ ഉണ്ടാക്കി വെക്കുകയും ആ റിപ്പോർട്ടിന് നമ്മുടെ രാജ്യത്തിനകത്ത് നിന്ന് സപ്പോർട്ട് നേടിയെടുക്കുകയും ചെയ്യുക. എന്നിട്ട് ഇവിടെ വിശാലമായി കിടന്ന് ഉറങ്ങുക. അവിടെ ചെന്ന് നോക്കട്ടെ, ഒരു ദിവസം കിടന്ന് ഉറങ്ങില്ലല്ലോ, ഒരു മണിക്കൂർ കിടന്ന് ഉറങ്ങില്ലല്ലോ. ഇവിടെ രാജ്യത്തിൽ മതപരിവർത്തനത്തിനെതിരെ ചില സംസ്ഥാനങ്ങൾ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അത്യന്തം ഗുരുതരം എന്നാണ് പറഞ്ഞത്. മതപരിവർത്തനം അത്യന്തം ഗുരുതരം എന്നാണ് പറയുന്നത്. അതിനൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക വാസ്തവത്തിൽ. അപ്പോൾ വാസ്തവത്തിൽ എത്ര വിഷലിപ്തമാണ് ഈ ചിന്തകൾ. അച്ചടി മഷി ഉണ്ടല്ലോ, ഇത് തൊട്ട ചിലപ്പോൾ നാക്കിലോട് വെച്ചാൽ നമ്മൾ കറങ്ങടിച്ചേർത്തുന്നു.
അത്രയ്ക്ക് വിഷലിപ്തമായ വാക്കുകൾ മഷി പുരട്ടി രാവിലെ എഴുന്നേറ്റ് വിടുക, അത് ഉരുട്ടി വിഴുങ്ങാൻ കുറേ പേര്. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞത് ഈ മാധ്യമം പത്രമൊക്കെ വായിക്കണം. ഇപ്പം ഞാൻ ഒരു രസകരം, ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ല വാസ്തവത്തിൽ. ഈ ജന്മഭൂമി സ്ഥിരമായി വായിക്കുന്ന ഒരാളല്ല ഞാൻ. ഞാനൊരു ഹിന്ദു മതത്തിൽ പിറന്ന ഒരാളാണ്. ഞാൻ ജന്മഭൂമി ഇത് ഞാൻ വായിക്കാറില്ല. പലപ്പോഴും ഒരു വാർത്ത ഉണ്ടെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് വായിക്കും. പക്ഷേ മാധ്യമം ഞാൻ വായിക്കും. അവിടെയാണ് അത് പിശകോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. പക്ഷേ നേരെ മറിച്ച് ഈ മാധ്യമം വായിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നെ പോലെ. പക്ഷേ മറ്റേ ജന്മഭൂമി ഉണ്ടല്ലോ, ഈ വിഭാഗത്തിട്ട് ആരെങ്കിലും കൈകൊണ്ട് തൊടുവോ പത്രം? ഒരു വീട് കാട്ടിതാ കാണുമായിരിക്കും, 1 2 3 വിരലിലെണ്ണാവുന്നതായിരിക്കും. മറിച്ച് അപ്പോൾ ഇതൊക്കെ വാസ്തവത്തിൽ വിശാലമായി ചിന്തിക്കുന്ന ഒരു ആൾക്കാർ ഇവിടെ വരണം വാസ്തവത്തിൽ. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ മതപരിവർത്തന നിയമങ്ങളെപ്പോലും അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അത്രയ്ക്ക് ഇവിടെ വീർപ്പ് മുട്ടുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ വാസ്തവത്തിൽ ഈ സോഴ്സ് വെളിപ്പെടുത്താതെയുള്ള, അല്ലെങ്കിൽ ഇവർ ഉദ്ദേശിച്ച ചില സോഴ്സുകൾ മാത്രം വെച്ചുകൊണ്ട് രാജ്യത്തിനെതിരെ നൽകുന്ന ഇത്തരം കാര്യങ്ങളെ വളരെ ഗൗരവത്തോടു കൂടി ഇനിയെങ്കിലും, പക്ഷേ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഇല്ലാതെ ലോകത്തൊരിടത്തും തന്നെ ഇല്ലാത്ത രീതിയിൽ മതന്യൂനപക്ഷങ്ങൾക്ക് വളരെ സുഗമമായ രീതിയിൽ ഇവിടെ ജീവിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും പണിയെടുക്കാനും ഒക്കെയുള്ള അവസരം നമ്മുടെ രാജ്യത്ത് തരുമ്പോൾ, പക്ഷേ അതൊന്നുമല്ല ഈ നുഴഞ്ഞുകയറ്റക്കാരുടെ വിഷയത്തിലും അതിനകത്ത് അവർ പറയുന്നുണ്ട്. എനിക്ക് വളരെ തമാശയാണ് തോന്നുന്നത് വാസ്തവത്തിൽ. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ വേതനം കിട്ടാതെ വന്ന ഒരു സാഹചര്യം ഈ മാധ്യമ സ്ഥാപനത്തിലുണ്ടായിരുന്നു എന്നതാണ്. നിങ്ങളെല്ലാം കൂടി കാലക്കൂട്ടി ഇതറിയണം, വായിക്കണം. നമ്മുടെ പറച്ചിലുകൾ കേൾക്കാൻ നിങ്ങൾ നിൽക്കരുത്. കേൾക്കും മുമ്പ് ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ അറിയണം. ഈ നമ്മുടെ രാജ്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അറിയണം. അന്ധമായി നിങ്ങൾ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിനെയും നിങ്ങൾ അനുകൂലിച്ച് സംസാരിക്കരുത്. പക്ഷേ ഈ വിരുദ്ധ വാർത്തകളും നിങ്ങൾ കാണണം, അനുകൂല വാർത്തകൾ കാണണം. ഏത് തരത്തിലും ഒരു അന്ധമായ സമീപനം നമുക്ക് നല്ലതല്ല. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് മതാന്ധമായ ഒരു അഭിപ്രായത്തെ കെട്ടി എഴുന്നള്ളിച്ച് കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഞാൻ ഓർക്കുന്നു, മാതൃഭൂമി പോലുള്ള പത്രങ്ങൾ പോലും എത്ര ഗുരുതരമായ ഈ മര്യാദകളുടെ ലംഘനം നടത്തിയ, ഈവൻ അവർ എഡിറ്റോറിയൽ പോലും അവർ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈവൻ മാതൃഭൂമി പറഞ്ഞല്ലോ. അപ്പോൾ അത്തരത്തിൽ അത് മാതൃഭൂമിയല്ല, മനോരമയല്ല, ജന്മഭൂമിയല്ല, വീക്ഷണമല്ല, ദേശാഭിമാനമല്ല, ആരെഴുതിയാലും അത് എതിർക്കപ്പെടേണ്ടതിനെ എതിർക്കപ്പെടുക തന്നെ വേണം. അതിൽ എതിർക്കപ്പെടേണ്ടുന്ന ഒരു വിഷയമാണിത്. നിങ്ങൾ എത്ര പേര് ഇത് അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. റിപ്പോർട്ടുകൾ നിങ്ങൾ തേടുക, ഈ സംഘടനയെക്കുറിച്ച് കൂടുതൽ അറിയുക, ഈ ഓർഗനൈസേഷനെ കുറിച്ച് കൂടുതൽ അറിയുക, എന്നിട്ട് രാജ്യത്തെ നടപടിക്രമങ്ങളിലേക്ക് നിങ്ങൾ കടക്കുക. നോർത്ത് ഈസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ഏരിയയാണ്. അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ അറിയുക, എന്നിട്ട് ഇത്തരം റിപ്പോർട്ടിലേക്ക് കടന്നു പോകുക. അല്ലാതെ ഈ അവസരത്തിൽ എനിക്ക് മറ്റൊന്നും പറയാനില്ല. എന്തായാലും ഒരിക്കൽ കൂടി ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഈ സ്വാതന്ത്ര്യം നിങ്ങൾക്ക്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഞാൻ ഈ രാജ്യത്ത് പറഞ്ഞതിൽ വലിയ സന്തോഷവാനാണ്. വിശേഷിച്ചും കേരളത്തിൽ പറഞ്ഞത്, അല്ലെങ്കിൽ എനിക്ക് എന്ന് പറയാൻ പറ്റൂ, നാലച്ചൊക്കെ ഇങ്ങനെ എനിക്ക് സ്വഭാവമായിട്ട് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥ എനിക്ക് സംജാതമാക്കി തന്നതിന് എനിക്ക് ഇവിടെ നിന്ന് പിണറായി വിജയനെ വളരെ നിശ്ചിതമായി വിമർശിക്കാം. ആരും എന്നെ പിടിച്ചുകൊണ്ട് പോകത്തില്ല. ചില അപക്വമായ ചില കൃമികളല്ലാതെ കഠിനമായി പ്രതികരിക്കില്ല. അല്ലാതെ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ആരെയും നമുക്ക് വിമർശിക്കാവുന്നതിന് ഈ വിമർശനത്തിൻ്റെ ഭാഗം മാത്രമാണ് അതിനെ ഈ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ എന്ന് കാണാൻ തൽക്കാലം എനിക്ക് കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ അവസാനിപ്പിക്കുന്നു. ഒരുപക്ഷെ ആ എഡിറ്റോറിയൽ വായിച്ചതിന് ശേഷം കൈ എഴുകാതെയാണ് ഞാൻ നാക്കത്തേക്ക് വയ്ക്കുന്നതെങ്കിൽ എൻ്റെ കഥ അവിടെ തരും. അത്രയ്ക്ക് വിഷലിപ്തം.